വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ആതിര. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് പ്രസ് ദ ബെൽ ഐക്കൺ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇന്നത്തെ ടോപ്പിക് എന്താണ്? ഇതാണ് ഫോറെവർ ബ്രൈറ്റ് ടൂത്ത് ജെൽ. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണ്, ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്, എല്ലാം ക്ലിയർ ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് നാച്ചുറലി സ്റ്റെബിലൈസ്ഡ് അലോവേര ജെൽ, അതായത് അലോബാർബിഡിനസ് മില്ലറിൽ നിന്നെടുത്ത ജെൽ. സെക്കൻഡ് വൺ ബി പ്രൊപ്പോളിസ്. ബി പ്രൊപ്പോളിസ് എന്ന് പറയുന്നത് തേനീച്ചയുടെ കൂടിൻ്റെ പുറംഭാഗത്തിലാണ് ബി പ്രൊപ്പോളിസ് എന്ന് പറയുന്നത്. ഇത് ഒരുപാട് ആൻറ്റിബയോട്ടിക്കും അതേപോലെ ആൻറ്റി ബാക്ടീരിയലൊക്കെ ആയിട്ടുള്ളതാണ്. പിന്നെ വരുന്നത് നാച്ചുറൽ മിൻറ്റ് ഫ്ലേവർ ആണ്, അതായത് ഇതിൽ ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർക്കുന്നില്ല. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട് പറയാൻ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതെന്ന് പറയുന്നത് ഒരു 100% പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു പേസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കെയർ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത് പല്ല് തേയ്മാനം കാര്യങ്ങളുള്ളവർക്കൊക്കെ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ പല്ലിലുള്ള പ്ലാക്കിനെ റിമൂവ് ചെയ്തിട്ട് നമ്മുടെ പല്ലിൻ്റെ ഇനാമലിനെ സംരക്ഷിക്കുന്നുണ്ട്. ഈ നമ്മുടെ പല്ലിനൊക്കെ ബ്ലീച്ച് ചെയ്യുന്നവരുണ്ടാവും, അതായത് പല്ല് നല്ല വൈറ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ഒരു പേസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ നിരന്തരമായിട്ടുള്ള ഉപയോഗത്താൽ തന്നെ പല്ലിൻ്റെ ആ ഒരു മഞ്ഞ കളറൊക്കെ മാറി നല്ല വൈറ്റിഷ് ആയിട്ടിരിക്കും. അതായത് നമ്മൾ ബ്ലീച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ബ്ലീച്ച് ചെയ്യാതെ തന്നെ നമ്മളുടെ പല്ല് നല്ല വൈറ്റ് കളറുള്ള പല്ല് നമുക്ക് ലഭിക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ബ്ലീച്ച് എന്നൊക്കെ പറയുന്നത് കുറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പല്ലിന് പൊടിഞ്ഞു പോകാനും പല്ലിന് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാതിരിക്കാൻ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്ത് നമ്മളെ പല്ലിനെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ പല്ലിനെ നല്ല സ്ട്രോങ് ആക്കി വെക്കാനും സെൻസിറ്റിവിറ്റി കുറയ്ക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. കൂടാതെ നമ്മൾ ഈ ഒരു അലോവേരയും ബി പ്രൊപ്പോളിസും അടങ്ങിയിട്ടുള്ളതാണല്ലോ ഈ പേസ്റ്റ്. അതുകൊണ്ട് തന്നെ ഇത് ആൻറ്റിബയോട്ടിക് ആണ്, ആൻറ്റി ബാക്ടീരിയൽ ആണ്. അതുകൊണ്ട് തന്നെ നമ്മളെ വായന നല്ല ക്ലീൻ ആക്കി വെക്കാനും അതുപോലെ ജെംസ് അതുപോലെ തന്നെ ബാക്ടീരിയയിൽ നിന്നൊക്കെ നമ്മളെ ഒരു വായനയും പല്ലിനെയും സംരക്ഷിക്കാനും ഈ ഒരു നമ്മുടെ ടൂത്ത് ജെല്ല് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ചില പേസ്റ്റുകളിൽ മൃഗങ്ങളുടെ എല്ലുപൊടിയൊക്കെ ചേർക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഒരു സംഭവങ്ങളും ഈ ഒരു അലോവേരയുടെ ടൂത്ത് ജെല്ലിൽ, അതായത് ബ്രൈറ്റ് ടൂത്ത് ജെല്ലിൽ ഇല്ല. അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് ഈ പല്ലിലുള്ള തേയ്മാനങ്ങൾ വരുന്നതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. കൂടാതെ ഇത് 100% പ്യുവർ വെജിറ്റേറിയൻ ആയതുകൊണ്ട് തന്നെ കെയർ ഫ്രീ ആയിട്ട് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് പല്ല് തേക്കാനൊക്കെ കൊടുക്കാവുന്നതാണ്. എൻ്റെ മോന് ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അവന് 2 വയസ്സാവാൻ പോവാണ്. നെക്സ്റ്റ് മന്ത് ആയിക്കഴിഞ്ഞാൽ അവന് 2 വയസ്സാവും. അപ്പോൾ 2 വയസ്സ് പൂർത്തിയാവും. അപ്പം 2 വയസ്സ് മുതലുള്ള ഏതൊരു കുട്ടികൾക്കും ഇത് യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കാം. കാരണം പല്ലൊക്കെ വന്ന് അവരുടെ പല്ല് എന്താ പറയുക, കുട്ടികളെ നമ്മൾ പല്ല് നോക്കിയിട്ടില്ലെങ്കിൽ പിന്നെ ആ ഫസ്റ്റത്തെ ആ ഒരു പല്ലെന്ന് പറയുന്നത് നല്ല രീതിക്ക് നമ്മൾ കെയർ ചെയ്തിട്ടില്ല എങ്കിൽ അതിപ്പം പൊഴിഞ്ഞു പോകേണ്ടതായിരിക്കും. പക്ഷെ എന്നാലും അതിന് മുന്നേ നമ്മൾ ആ പല്ലിനെ കെയർ ചെയ്താൽ മാത്രമേ നെക്സ്റ്റ് വരുന്ന പല്ലിനും കൂടി അത് ബാധിക്കാതെ ആ പല്ലിനെ നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടി കഴിയുള്ളൂ. മറ്റേത് ഈ പല്ലുകളൊക്കെ ഫസ്റ്റ് വന്ന പാൽപ്പല്ല് മുഴുവൻ കേടായിട്ട് പുഴുപ്പല്ലായി മാറിയിട്ട് പിന്നെ അത് പൊഴിഞ്ഞു പോയിട്ട് വേറെ പല്ല് വരുമ്പോൾ അത് ഹെൽത്തി ആവുമല്ലോ എന്ന് വിചാരിക്കരുത്. മേ ബി അതിനും കേട് വരാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ ഫസ്റ്റത്തെ പല്ല് തന്നെ നമ്മൾ ക്ലീൻ ആക്കി കൊണ്ടുപോവുക. അപ്പോൾ എന്താണ്, പുതിയ പല്ല് വരുമ്പോഴും അതും നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. അപ്പം നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത് യൂസ് ചെയ്യാൻ കൊടുക്കാൻ നല്ലതാണ്. അത് കൂടാതെ തന്നെ ഇതിപ്പോൾ കുട്ടികൾ ഇറക്കിപ്പോയാലും വയറ്റിലെത്തിയാലും ഒരിക്കലും ഇതിലൊരു കെമിക്കലും കാര്യങ്ങളും ഇല്ലാത്തതിനാൽ തന്നെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അത് മാത്രമല്ല ഇത് ഫ്ലൂറോയിഡ് ഫ്രീ ആയിട്ടുള്ളതാണ്. ഫ്ലൂറോയിഡ് എന്ന് പറയുന്നത് ഒരു തരം കെമിക്കലാണ്. ഇത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള സൈഡ് എഫക്ട്സ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും. അതായത് നമ്മൾ ഈ ഒരു പേസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ പല്ല് തേക്കുന്ന സമയത്ത് നല്ല ആ ഒരു ഡേ മുഴുവൻ നമ്മളെ വായ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. നമുക്ക് വായനാറ്റം ഒന്നും ഉണ്ടാവില്ല. അതുപോലെ നമ്മുടെ ശ്വാസത്തിന് ഒരു സൈസ് സ്മെല്ല് ചില സമയത്തൊക്കെ നമുക്ക് ശ്വാസത്തിന് ഒരുമാതിരി സ്മെല്ലൊക്കെ വരും സംസാരിക്കുന്ന സമയത്ത് ചിലർക്ക്. അപ്പം ഈ ഒരു സംഭവങ്ങളൊന്നും ഇല്ലാതെ നല്ല ആ ഒരു ഫുൾ ഡേ നല്ല ഫ്രഷ് ആക്കി വായ വെക്കാൻ ഈ ഒരു ടൂത്ത് ജെല്ല് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ചിലർക്ക് ഊനിൽ, അതായത് നമ്മളുടെ മോണയിലൊക്കെ ബ്ലഡ് വരുന്നവരുണ്ടാവും. അതിപ്പോൾ പല്ല് തേക്കുമ്പോഴൊക്കെ ആ സമയത്തൊക്കെ നമ്മൾ ആ ഒരു പേസ്റ്റ് ജസ്റ്റ് ഒന്ന് അവിടെ തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഊനിൽ നിന്ന് ബ്ലഡ് എടുക്കുന്നത് ഇല്ലാതാക്കാനും പെട്ടെന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അതുകൂടാതെ തന്നെ നമ്മൾ ഈ ഒരു എന്താ പറയുക, നമുക്ക് ഈ ചുമ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവും അല്ലേ, പെട്ടെന്ന് ചുമ വരിക, അതുപോലെ തന്നെ തൊണ്ടവേദന, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഈ ഒരു പേസ്റ്റ് ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് ചൂടുവെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് കലക്കുക. എന്നിട്ട് നമ്മൾ ഗാർഗിൾ ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റാണ്. ഇത് ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ കേൾക്കുന്നത് ഇങ്ങനെ ഒരു ടൂത്ത് ജെല്ലും കൊണ്ട് ഇങ്ങനെ ചെയ്യാവുന്നുള്ളത്. പക്ഷേ ഇത് വിസിബിൾ ആയിട്ടുള്ള തന്നെ റിസൾട്ട് ഉണ്ടായവർ ഒരുപാട് പേരുണ്ട്. അതായത് നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് സാധാരണ നമ്മൾ ഉപ്പുവെള്ളമൊക്കെ ഇട്ട് ഗാർഗിൾ ചെയ്യുന്ന പോലെ ഗാർഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ചുമ, അതുപോലെ തന്നെ തൊണ്ടവേദന,
വേദന ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും ബെസ്റ്റാണ്. കാരണം ഇതിനകത്ത് എന്താണ് മിൻറ്റ്, പ്രൊപ്പോളിസ്, അലോവേര ഇതൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്. ഇത് അലർജിക്കും അതുപോലെ തന്നെ എല്ലാ കാര്യത്തിനും നല്ല നമ്മളെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള കാര്യങ്ങളാണ്. എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് അതുകൂടാതെ തന്നെ നമുക്ക് പിമ്പിൾസ് ഉള്ളവരുണ്ടാവുമല്ലോ, പിമ്പിളിൻ്റെ മാർക്കുകൾ, പിമ്പിൾസ് പോയി കഴിഞ്ഞാൽ അവിടെ പാടുകൾ, അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു പിമ്പിളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് ഇങ്ങനെ കുറച്ചൊന്ന് എടുത്തിട്ട് നമ്മൾ അങ്ങനെ സ്പോട്ടായിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് അത് നല്ലോണം ചുരുങ്ങാനും അത് പോകാനും ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആ ഒരു പാടുകളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പാടൊക്കെ മാഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അതുകൂടാതെ നമ്മൾ ചിലരുണ്ട് ഈ എന്താ പറയുക, പുകവലിക്കുന്നവർ, സ്മോക്ക് ചെയ്യുന്നവർ. അപ്പോൾ സ്മോക്ക് ചെയ്യുന്നവരെ ചുണ്ട് എന്ന് പറഞ്ഞാൽ ഡാർക്കായിട്ടായിരിക്കും ഇരിക്കുക. അങ്ങനെയുള്ളവർക്ക് നമ്മൾ കിടക്കാൻ നേരത്ത് അവർ ജസ്റ്റ് ഒന്ന് ഇത് ചെറിയൊരു ലെയർ എടുത്തിട്ട് ചുണ്ടിൽ തേക്കുക. ചുണ്ടിൽ തേച്ചതിന് ശേഷം ഒരു 5-10 മിനിറ്റിന് ശേഷം അത് കഴുകിക്കളയുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ലിപ് ബാം ഉണ്ടല്ലോ, നമ്മളെ അലോവേരൻ്റെ ലിപ് ബാം തേക്കുക, ഇത് കിടക്കുക. അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു ഒരാഴ്ച ചെയ്താൽ തന്നെ അതിൻ്റെ ഒരു ഡാർക്ക് ഒക്കെ മാറുന്നതായിട്ട്, അതായത് അത് മാറിയതായിട്ടൊരു ഫീൽ ഉണ്ടാവും. അതായത് മാറ്റം, അതായത് ഭയങ്കര ഡാർക്ക്നെസ് ഉള്ളതൊക്കെ മാറി നല്ലൊരു എന്താ പറയുക, ഭയങ്കര ഡാർക്കായിട്ടുള്ള ആ ചുണ്ട് മാറിയിട്ട് നല്ല ഭംഗിയായിട്ട് നല്ല ഒരു പിങ്ക് ആയിട്ട് വരുന്നത് പോലെ ഒരു ഫീൽ ഉണ്ടാവും. അപ്പം അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഡാർക്ക്നെസ് മൊത്തമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും. പിന്നെ ഈ സ്മോക്കിംഗ് ഇല്ലാതിരിക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ്. സ്മോക്ക് ചെയ്യുന്നത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അത് അത്രയും നല്ലത്. അധിക ചൂടുള്ളതും അധികമായിട്ടുള്ള തണുപ്പുള്ളതുമായിട്ടുള്ള പാനീയങ്ങൾ കുടിക്കുന്ന സമയത്ത് നമുക്ക് പല്ല് ഭയങ്കരമായിട്ട് കൂച്ചി പിടിക്കുന്ന പോലെ, അതായത് ഭയങ്കരമായിട്ട് വേദന എടുക്കുക, കടച്ചിലെടുക്കുന്ന പോലെയൊക്കെ തോന്നാറുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് സെൻസിറ്റിവിറ്റി പ്രോബ്ലം എന്നാണ് പറയുക. അതായത് എനിക്ക് ആ സംഭവം ഉണ്ട്. പ്രസവം കഴിഞ്ഞതിന് ശേഷമാണ് അത്, എൻ്റെ പ്രഗ്നൻസി ടൈമിലാണ് ഇത് അധികമായത്. പല്ലിന് വേദന കൂടി അങ്ങനെയൊക്കെ ആയത്. ഒരു ഭക്ഷണം മര്യാദയ്ക്ക് എനിക്ക് കഴിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ പല്ല് ഭയങ്കര വേദന, കടിക്കാൻ പറ്റില്ല. അതുപോലെ തണുത്തത് എന്തെങ്കിലും കഴിക്കുമ്പോഴേക്കും പല്ല് കൂച്ചി പിടിക്കുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഇത് കൂടിയത് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഭയങ്കര പ്രശ്നങ്ങളാണല്ലോ, പല്ലിനായാലും നമ്മളെ ശരീരത്തിനായാലും ഒക്കെ. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേസ്റ്റ് തേക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ പ്രഗ്നൻസി ടൈമിലൊക്കെ ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കെയർ ഫ്രീ ആയിട്ട് ചെറിയ മക്കൾക്ക് പോലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മളെ ഈ പൊള്ളുമൊക്കെ ചെയ്യില്ല, നമ്മളെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു പൊള്ളലേൽക്കുക, അതുപോലെ തന്നെ ഈ കൊതുക് അതുപോലെ തന്നെ ഉറുമ്പൊക്കെ കടിക്കില്ലേ, ആ സമയത്തൊക്കെ ഉണ്ടാകുന്ന ചെണർപ്പിലൊക്കെ നമ്മൾ ഈ ഒരു, അതായത് ഇങ്ങനെ ബൾജ് ചെയ്ത് വരിക, ആ സമയത്ത് നമുക്ക് ഭയങ്കര എരിച്ചിലും വേദനയൊക്കെ ആയിരിക്കും. ആ സമയത്ത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ഒരു ലെയറായിട്ട് തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ആശ്വാസം കിട്ടും. എരിച്ചിലിനും അതുപോലെ തന്നെ ഈ പൊള്ളലൊക്കെ ഏറ്റ സമയത്ത് ആ സമയത്ത് തന്നെ നമ്മൾ തേക്കുകയാണെങ്കിൽ ഈ ബൾജ് ചെയ്ത് വരുന്നതൊക്കെ ഇല്ലാതാക്കാനും ഒരു ചെറിയ പാട് പോലെയായിട്ട് അതങ്ങ് പിന്നെ അങ്ങ് മാഞ്ഞു പോയിക്കോളും. മറ്റേത് നമ്മൾ പൊള്ളലൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ബൾജ് ചെയ്ത് വന്ന് ആ തോലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പാടായി മാറും. അത് പിന്നെ ഈ പൊള്ളലൊക്കെ എന്ന് പറഞ്ഞാൽ പാടുകൾ മാറാൻ ഭയങ്കര പ്രയാസം. ആ ഒരു സമയത്ത് നമ്മൾ തേച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ എരിച്ചിലും കാര്യങ്ങളൊക്കെ കുറയാനും വേദന കുറയാനും അതുപോലെ തന്നെ ഈ ഒരു പാട് വരെ ഇല്ലാതാവാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഈ ഒരു ടൂത്ത് ജെല്ലിൻ്റെ യൂസേജിലൂടെ നമുക്ക് നമ്മുടെ പല്ലിനെ നല്ല ക്ലീൻ ആൻഡ് ബ്രൈറ്റൺ ആക്കി വെക്കാൻ സഹായിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഈ പൈൽസ് ഒക്കെ ഉള്ളവരുണ്ടാവുമല്ലോ, ആ പൈൽസ് ഉള്ളവർക്കൊക്കെ ഈ പൈൽസിൽ ഇതിൻ്റെ ഒരു ക്രീം, അതായത് ഇതിൻ്റെ ഒരു ടൂത്ത് ജെല്ല് തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എരിച്ചിൽ ഈ പൈൽസിനെ ഇല്ലാതാക്കാനൊക്കെ സഹായിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇത് ഒരുപാട് പേര് പറയുന്നത് കേട്ടതാണ്, ഇങ്ങനെയൊരു സംഭവം ഉണ്ട്, ഇങ്ങനെ പൈൽസിലൊക്കെ തേക്കുകയാണെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്യാവിറ്റീസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ക്യാവിറ്റീസിൻ്റെ മുകളിൽ ഇങ്ങനെ ജസ്റ്റ് ഒരു ലെയറായിട്ട് തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ കിടക്കാൻ നേരത്ത് ജസ്റ്റ് തേച്ച് കൊടുക്കുക, കിടക്കുക, രാവിലെ നമ്മൾ പല്ല് തേക്കുമ്പോൾ അതങ്ങ് പോകും. അപ്പം അങ്ങനെ നിരന്തരമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ക്യാവിറ്റീസ് കുറയ്ക്കാനും അതില്ലാതാക്കാനൊക്കെ സഹായിക്കുന്നതാണ് പറയുന്നത്. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം എന്താ പറയുക, തൊണ്ട ചൊറിച്ചിൽ, തൊണ്ടവേദനയൊക്കെ ഉള്ളവരുണ്ടാവില്ലേ, അപ്പോൾ ആ സമയത്ത് നമ്മൾ ഗാർഗിൾ ചെയ്ത് ചൂടുവെള്ളത്തിൽ ആക്കിയിട്ട് ഗാർഗിൾ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ കഫ് ആൻഡ് കോൾഡൊക്കെ ഉള്ളവരുണ്ടാവില്ലേ, കഫം, അതായത് നമുക്ക് ഈ ജലദോഷവും കാര്യങ്ങളൊക്കെ പിടിക്കൂലേ, ആ സമയത്ത് നമുക്ക് വല്ലാതെ ജലദോഷം, തലവേദന ഇങ്ങനത്തെ സമയത്തൊക്കെ നമ്മൾ എന്താ പറയുക, ഒരു വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്തേക്ക് ഇതിൻ്റെ ഒരു ചെറിയൊരു ഡ്രോപ്പ് ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് കലക്കിയിട്ട് നമ്മൾ ശ്വസിക്കുക. സാധാരണ നമ്മൾ വിക്സ് ഒക്കെ ഇട്ടിട്ട് ശ്വസിക്കില്ലേ, ശരിക്കും വിക്സ് ഇട്ടിട്ട് നമ്മൾ ശ്വസിക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ നമ്മൾ ഇത് ശ്വസിക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളുടെ മൂക്കിലൂടെ ഇതിൻ്റെ ഇത് പോയിട്ട് നമ്മൾ തലവേദന, കഫക്കെട്ട് ഈ കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഒരുപാട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചെറിയ കട്ട്സ് ഒക്കെ ഉണ്ടാവില്ല, അതായത് മുറിവുകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ നമ്മൾ ജസ്റ്റ് തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ആശ്വാസം കിട്ടും. ആ മുറിവ് പെട്ടെന്ന് ഉണങ്ങാനും അതുപോലെ തന്നെ അതിൻ്റെ വേദന കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ
കാലിലെ വിണ്ടുകീറലുണ്ടാവുമല്ലോ, കാലിൽ വിണ്ടുകീറലുള്ള സമയത്ത് നമ്മൾ നന്നായിട്ട് കാലൊക്കെ തേച്ച് കഴുകിയതിന് ശേഷം രാത്രി കിടക്കാൻ നേരത്ത് ഇതിൻ്റെ ഒരു ലെയർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊരു സോക്സ് ഒക്കെ ഇട്ടിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡെയിലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാലിലെ വിണ്ടുകീറലിന് നല്ലൊരു ആശ്വാസം ഉണ്ടാവും. പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഒരു ടൂത്ത് ജെൽ എന്ന് പറയുന്നത് ഒരു തവണയെങ്കിലും യൂസ് ചെയ്ത് നോക്കണം. കാരണം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഇത് വിടില്ല. കാരണം അത്രയും ബെനഫിറ്റ്സ് ഉള്ള ഒരു സംഭവമാണ് ഈ ഒരു ഫോറെവർ ബ്രൈറ്റ് ടൂത്ത് ജെൽ എന്ന് പറയുന്നത്. ഒരുപാട് ഗുണങ്ങളുണ്ട്. കുട്ടികൾക്ക് യൂസ് ചെയ്യാം, നമ്മൾ മുതിർന്നവർക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അത് ടീത്തിന് മാത്രമല്ല, നമ്മുടെ ഹോൾ ബോഡിയിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പം അത്രയും നല്ല, എന്താ പറയുക, ടൂത്ത് ജെല്ലാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ടൂത്ത് ജെല്ല് വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങി യൂസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എൻ്റെ അടുത്ത് നിന്ന് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നവരെ ബൈ.